ആ കാറിൻ്റെ പടമൊക്കെ പേപ്പറിലൊക്കെ വന്നപ്പോൾ എത്രയോ പേര് വിളിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ ജീവിച്ചു, എനിക്കും അറിയാൻ വയ്യ, എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന്. അറിയാൻ വയ്യ എന്ന് പറയുന്നത് തെറ്റാണ്, അറിയാം. അവിടെ രോഗനിദ്രയിൽ എല്ലാം അറിയുന്ന പൊന്നു പത്മനാഭൻ രക്ഷിച്ചു എന്നേ പറയാൻ ഒക്കൂ. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ ആദ്യത്തെയാണ് ധർമ്മപുത്രരുടെ വനവാസത്തിന് പോയപ്പോൾ ഓരോ പാണ്ഡവനും ഓരോ വിഷ്ണു വിഗ്രഹം കിട്ടി. തിരുച്ചിറ്റാട്ട് ധർമ്മപുത്രർക്കും തൃപ്പുലിയൂർ ഭീമസേനും തിരുവാറുമുള അർജുനനും തിരുവൻവണ്ടൂർ നകുലനും കുറച്ച് മാറി തൃക്കൊടിത്താനത്ത് സഹദേവനും. അതിവിടെ വെച്ച് തന്നെ പറഞ്ഞു അത്ഭുത വിഷ്ണു എന്ന്. അത്ഭുത വിഷ്ണുവാണ് അവിടെ ഉള്ളത്. അഗ്നിയിൽ നിന്നും പൊങ്ങി വന്ന വിഷ്ണുവാണ് അവിടെ. അപ്പോൾ സഹദേവന് വിഷ്ണുവിനെ കിട്ടിയില്ല. ആ വിഷമത്തിൽ ആഴിയുണ്ടാക്കി ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ദേഹത്യാഗം ചെയ്യണമെന്നും പറഞ്ഞ് മൂന്നാമത്തെ പ്രദക്ഷിണം വെച്ചപ്പോൾ അവിടുന്ന് പൊങ്ങി വന്നാണ് അവിടുത്തെ അത്ഭുത വിഷ്ണു. അപ്പോൾ ഈ 5 വിഷ്ണുക്കളും ഈ വനവാസകാലം കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് അത് പ്രതിഷ്ഠിച്ചു എന്നാണ് പഴമക്കാർ പറയുന്നതും എല്ലാം. 108 തിരുപ്പതികളാണ് വൈഷ്ണവ ക്ഷേത്രങ്ങളെല്ലാം. വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്. 108 തിരുപ്പതികളാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൽ പാലാഴിയും വൈകുണ്ഠവും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 106 നേപ്പാളിലാണ്. ബാക്കി 105 ഭാരതഭൂമിയിൽ തന്നെയുണ്ട്. അതിൽ ഈ നമ്മുടെ നാട് ഭാഷയുടെ പേരിൽ വെട്ടിമുറിച്ച് മാറ്റുന്നവരെ, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ആവുന്നത് വരെ നമുക്ക് 13 തിരുപ്പതികളാണ് ഉണ്ടായിരുന്നത് മലയാള നാടിൽ. മലയാള നാട് തിരുപ്പതികൾ 13. അതിൽ 2 തിരുപ്പതി സാരവും തിരുവട്ടാർ ആദികേശവ പെരുമാളും ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. ബാക്കി 11 ഇന്നും നമ്മുടെ ഈ മണ്ണിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്ക് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം, തിരുച്ചിറ്റാറ്റ്, തൃപ്പുലിയൂര്, തിരുവാറുമുള, തിരുവൻവണ്ടൂർ, ഈ ഭാഗത്ത് തന്നെ തിരുവല്ല ശ്രീ വല്ലഭസ്വാമി, തൃക്കൊടിത്താനം, പിന്നെ കൊച്ചി സൈഡാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തന്നെയാണ് തിരുനക്കര, പിന്നെ തിരുമൂഴിക്കുളം ആലുവ, അതും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തന്നെയാണ്. അതെല്ലാം തിരുവിതാംകൂറിലേക്ക് വരുന്നു ഇതെല്ലാം. പിന്നെ അങ്ങോട്ട് മാറിയാണ് തിരുനാവാ മുകുന്ദനും മറ്റേ ഏറ്റവും ഒടുക്കം ഉള്ളതും ഭാരതപ്പുഴയിൽ അർത്ഥപ്രദക്ഷിണം ചെയ്തു വരുന്ന ആൾവാറിൻ്റെ കുലശേഖര ആൾവാറിൻ്റെ സ്ഥലം പെട്ടെന്ന് മറന്നുപോയി. തിരുവിറ്റക്കോട് അല്ലെങ്കിൽ തിരുമുറ്റക്കോട് 5 പാണ്ഡവന്മാരുടെ അത് അവിടെ ഉണ്ട്. വളരെ മനോഹരം. ഈ 11 ഇപ്പോൾ നമുക്ക് നമ്മുടെ മലയാള മണ്ണിലുള്ളത്. ആ 11 ഒന്നുകൂടെ ഒരു വിഭക്തിയാണെങ്കിൽ പഞ്ചപാണ്ഡവ തിരുപ്പതികൾ ഈ 5 ആണ് അതിലുള്ളത്. തിരുച്ചിറ്റാറ്റ് കൊച്ചാണ്, എന്നാൽ പോലും 5 തിരുപ്പതികളും 5 പാണ്ഡവ തിരുപ്പതികളും ഒരേ ദിവസം തൊഴുന്നത് വളരെ പുണ്യമാണെന്ന് ആണല്ലോ കരുതിയിരിക്കുന്നത്. അതിന് വലിയ വിഷമവുമില്ല. ഇന്ന് കാറൊക്കെ ഉള്ളപ്പോൾ ഈ 5 തിരുപ്പതികളും ഒരു ദിവസം തൊഴുവാനായിട്ട് എല്ലാം അടുക്കടുക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ. തൃക്കൊടിത്താനം മാത്രമേ ഉള്ളൂ ശകലം ദൂരം. അപ്പോൾ എല്ലാം തൊഴാനായിട്ട് വിഷമമില്ല. പക്ഷേ ഇപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു തീർത്ഥാടനത്തിന് ഈ 5 തിരുപ്പതികളും തീർത്ഥാടനത്തിന് പോകുമ്പോൾ പണ്ട് ആദ്യം തിരുച്ചിറ്റാറ്റ് തുടങ്ങും, തൃപ്പുലിയൂർ പോവും, തിരുച്ചിറ്റാറ്റ് വരും, പിന്നെ തിരുവാറുമുളയിൽ പോവും, തിരുച്ചിറ്റാറ്റ് വരും, പിന്നെ തിരുവമണ്ടൂർ പോവും, പിന്നെ തിരുച്ചിറ്റാറ്റ് വരും, പിന്നെ തൃക്കൊടിത്താനത്ത് പോവും, അങ്ങനെ തിരുച്ചിറ്റാറ്റ് തുടക്കവും അവസാനവും ഇവിടെയാണ്. ഓരോ പാണ്ഡവ തിരുപ്പതി പോകുമ്പോഴും ഇവിടെ വന്ന് തൊഴുതിട്ട് പോകണമെന്നാണ് അന്നത്തെ ഇത്. 3 ആൾവാരന്മാർ, 12 ആൾവാരന്മാരുണ്ട്. പല പല രീതിയിലുള്ളത്. ജാതിയും മതവും, ജാതി വളരെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഈ 12 പേരിൽ 2 or 3 പേര് മാത്രമാണ് ബ്രാഹ്മണർ, ബാക്കി ഒന്നും ബ്രാഹ്മണരല്ല. അപ്പോൾ അങ്ങനെ പെരിയ ആൾവാർ മകൾ ആണ്ടാളുണ്ട്. നമ്മാൾവാർ പോലും ബ്രാഹ്മണനല്ല. കുലശേഖര ആൾവാർ ഞങ്ങളുടെ പൂർവികൻ ക്ഷത്രിയനാണ്.
അപ്പോൾ ഇവിടെ 3 ആൾവാരന്മാർ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പാടി പുകഴ്ത്തിയിട്ടുണ്ട്. തിരുമങ്കൈ ആൾവാർ, നമ്മാൾവാർ, കുലശേഖര ആൾവാർ, ഇവർ 3 പേരും തൃച്ചിറ്റാറ്റിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഈ തിരുപ്പതികളെക്കുറിച്ചൊക്കെ ആൾവാരന്മാർ പാടിയിട്ടുണ്ട്. ഈ എല്ലാ 13 തിരുപ്പതി, പക്ഷേ ചിലപ്പോൾ ഒരു ആൾവാരായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കും, പക്ഷേ ഇവിടെ 3 പേര് പാടിയിട്ടുണ്ട് ഇവിടെ. അത് അത്ര സാധാരണമല്ല, അസാധാരണമാണ്. 36 ഗ്രാമ വില്ലേജുകളുള്ളത്. ഇത് 36ാമത്തേതാണ് ചെങ്ങന്നൂർ. ഒരുപാട് വിശേഷങ്ങളുള്ള മണ്ണ് തന്നെയാണ് ഇവിടം. ഒരുപാട് വിശേഷങ്ങളുള്ള പുണ്യമണ്ണ്. അതിൻ്റെ മുഖഛായയൊക്കെ മാറി വരുന്നു എന്നുള്ളതിൽ പലപ്പോഴും ഒരു ആകാംക്ഷ തോന്നാറുണ്ട്. അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ പ്രാചീനതയും അതിൻ്റെ പവിത്രതയും ഒക്കെ പിടിച്ചു നിർത്താനായിട്ട് ഭക്തജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ തിരിഞ്ഞു പോകാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ പൈതൃകമാണ്, നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ സ്വത്താണ്. അത് നിങ്ങൾ തന്നെ അത് ശക്തിയായിട്ട് പരിപാലിച്ച് നിർത്തണം. എളുപ്പമല്ല, ചിലപ്പോൾ വിഷമവുമാണ്. എന്നാൽ പോലും ഇപ്പം ഇദ്ദേഹം പറയുണ്ടായി, ഭഗവാന്റെ 4 തൃക്കൈയിൽ വലത്തെ തൃക്കൈയിൽ ചക്രം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതാണ് വലത്തെ തൃക്കൈ ശംഖ. അത് ഈ ബാക്കിയുള്ള തിരുപ്പതികളൊന്നും തന്നെ ഭഗവാന്റെ വലത്തെ തൃക്കൈ ചക്രമാണ്. ഇവിടെ മാത്രമാണ് ഭഗവാന്റെ വലത്തെ തൃക്കൈ ശംഖും ചക്രവും 4 തൃക്കൈ. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ധർമ്മപുത്രരെയാണ്. ധർമ്മപുത്രർക്ക് യുദ്ധം ഇഷ്ടമല്ല. ചക്രം എടുത്ത് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ധർമ്മപുത്രർക്ക് ശാന്തം സമാധാനമാണ്. അപ്പോൾ ശംഖാണ് ധർമ്മപുത്രരുടെ കൈ. ധർമ്മപുത്ര ഭഗവാന് ശംഖ്. അപ്പോൾ ആ രീതിയിലാണ്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളവർക്ക് മിക്കവാറും ചക്രമാണ്, ശംഖല്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രവും അന്തരീക്ഷവും ഒക്കെയാണ്. മാത്രമല്ല 5 ദേവന്മാരും ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ഓരോ കൊല്ലവും ഓരോ സ്ഥലത്ത് മാറി മാറിയല്ലേ വരുന്നത്. തൃക്കൊടിത്താനത്ത് ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ കൊല്ലവും മാറി മാറിയാണ് വരുന്നത്. എന്തായാലും വളരെ വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ്. അവിടെയൊക്കെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ വിശേഷം. ഒരൊറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ചെറിയ ഒരു കഥ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വേറെ പലതുമുണ്ട് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്കാണല്ലോ വരുന്നത്, അപ്പോൾ അതും ശരിയല്ല. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആചാര്യൻ പറയുന്നത് കേട്ടു. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത് തന്നെ. അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കേട്ടു. ഈ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഭഗവാൻ നമ്മുടെ സനാതനധർമ്മം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഏത് രീതിയിലും ഏത് തരത്തിലും നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം, പൂജിക്കാം, ആരാധിക്കാം, ഓമനിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൽ ഈ ഭക്തിമാർഗമാണ് സാധാരണ ആളുകൾക്ക് യോഗവും ജ്ഞാനമാർഗവും കർമ്മമാർഗമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പം നമുക്ക് ഭക്തിമാർഗം തന്നെയാണ്. നമ്മളും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ഒരു ബന്ധം മാത്രം മതിയല്ലോ ഭക്തിമാർഗത്തിന്. അപ്പോൾ അതിൽ ഭഗവാന്റെ ഒരു ചെറിയ കഥ, അതൊക്കെ നിങ്ങൾക്ക് ധാരാളം അറിയാമെന്നുള്ളതാണ്. നിങ്ങളൊക്കെ സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ അതിലൊക്കെ നിങ്ങൾ പങ്കുകൊള്ളുന്നതുകൊണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല. എന്നാൽ പോലും അത് പറയാനുള്ളത് സുഖം കൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഭഗവാന് തലവേദന. നാരദർ ഭഗവാനെ കാണാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഭഗവാൻ ഒരു ഇന്നത്തെ ആംഗ്ലേയ ഭാഷയിലുള്ള സ്ലാങ് ഭാഷയെ പറയുകയാണെങ്കിൽ മൂഡ് ഓഫ്. ഭഗവാനൊരു സന്തോഷമില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം നാരദ ചോദിച്ചു, എന്തേ ഭഗവാനെ അങ്ങേക്കൊരു മുഖത്തൊരു പ്രസാദമൊന്നുമില്ല, മ്ലാനത? ഓ നാരദ എന്താ പറയുക, തലവേദനയാണ്. തലവേദന ഇവിടെ വൈദ്യന്മാരാരും ഇല്ലയോ അവിടുത്തെ ചികിത്സിക്കാനായിട്ട്? ഈ ദ്വാരകയിൽ അതൊക്കെ ഉണ്ട്, പക്ഷെ തലവേദന മാറുന്നില്ല. എന്നാൽ ഞാനൊരു ചെറിയ
ഒരു വഴി പറഞ്ഞു തരാം, എളുപ്പമാണ്. അങ്ങയുടെ അടുക്കൽ ഭക്തിയുള്ള ആരുടെയെങ്കിലും കാലിൻ്റെ അടിയിലുള്ള മണ്ണ് എടുത്ത് അങ്ങയുടെ നെറ്റിയിൽ ചാർത്തുകയാണെങ്കിൽ ഈ തലവേദന അങ്ങ് പോവും. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിലൊരു വിഷമമില്ല. 16,000 ഭാര്യമാരും എൻ്റെ ഭക്തരാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ ഭക്തരാണ്. അപ്പോൾ രുക്മിണി അടുത്ത് നിൽക്കുന്നുണ്ട്. രുക്മിണിയെ വിളിച്ചു പറഞ്ഞു, രുക്മിണി ഒന്ന് കാലിൻ്റെ അടിയിലുള്ള ശകലം മണ്ണ് എനിക്ക് തരണം. നാരദർ പറഞ്ഞ് കേട്ടില്ലേ, ഈ ഒരു എളുപ്പ വഴിയാണ്, എൻ്റെ തലവേദന മാറിക്കിട്ടണ്ടേ. അപ്പോൾ രുക്മിണി പറഞ്ഞു, എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ടൊരു ചെറിയ സംശയമുണ്ട് മനസ്സിൽ. അങ്ങേക്ക് എൻ്റെ അടുക്കുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ എനിക്ക് കൂടുതൽ നിശ്ചയമായിട്ട് വരികയാണ്. എൻ്റെ കാലിലെ മണ്ണ്, ഇത്രയും ഭാര്യമാരുള്ളപ്പോൾ എൻ്റെ കാലിലെ മണ്ണ് വേണം അങ്ങേക്ക്. അതിൻ്റെ പാപം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകും? എന്നാ വേണ്ട. സത്യഭാമയുടെയൊക്കെ ചോദിച്ചു, ജാമ്പവതിയുടെയൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 16,008 ഭാര്യമാരുടെയൊക്കെയും ചോദിച്ചു. എല്ലാവരും അവരവരുടെ ശൈലിയിൽ പറഞ്ഞത് ഉക്കൂല എന്ന്, കാര്യം ഉക്കൂല, പറ്റില്ല. അപ്പോൾ ഭഗവാൻ തലയും പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉദ്ധവൻ്റെയൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു, ഒന്ന് മധുരയിൽ പോവും, ആ ഗോപശ്രീമാരൊക്കെ നമ്മുടെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പോൾ ഉദ്ധവൻ തന്നെയല്ലേ പോയത്. അപ്പോൾ ഉദ്ധവൻ ഒരു രഥത്തിൽ കയറി മധുരയിൽ പോയി. മധുരയിൽ പോയപ്പോഴത്തേക്ക് ഇവർ ഗോപശ്രീമാർ ഉദ്ധവൻ വന്നു എന്നറിഞ്ഞു. ദ്വാരകയിൽ നിന്ന് വന്നു എല്ലാവരും കൂടെ ഓടി എത്തുകയാണ്. എന്നിട്ട് അവർ ഉദ്ധവനെ ചുറ്റി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉദ്ധവ, ഞങ്ങളുടെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? തലയിൽ മയിൽപ്പീലിയും വെച്ചുകൊണ്ടാണോ നടക്കുന്നത്? അതുകൊണ്ട് വേറെ മയിൽപ്പീലി ഒന്നുമല്ല, കിരീടമല്ലയോ. മയിൽപ്പീലിയൊക്കെ നമ്മുടെ കാലത്ത്, ഇപ്പോൾ കിരീടമാണ്. പിന്നെ വേറൊരാൾ പറഞ്ഞു, ഇപ്പോഴും വെണ്ണകെട്ട് കഴിക്കുന്നുണ്ടോ? വേറെ പറഞ്ഞു, എന്തിനാ വെണ്ണകെട്ട് കഴിക്കുന്നത്? എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ, അപ്പോൾ കട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്നിട്ടിങ്ങനെ ഓരോരുത്തർ തമ്മിൽ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ആകെ ബഹളം. ഉദ്ധവൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഒന്നും മിണ്ടാതിരിക്കണം, ഒന്ന് കേൾക്കണം. എന്നെല്ലാവരും മിണ്ടായിരുന്നു. ഭഗവാന് തലവേദനയാണ്, കൂട്ട നിലവിളി. ഇത് പറയാനാണോ ഇവിടം വരെ വന്നിരിക്കുന്നത്? അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലായിരുന്നോ? ഞങ്ങളുടെ കൃഷ്ണന് എന്ത് പറ്റി? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അല്ല, നാരദരൊരു കാര്യം പറഞ്ഞു. ഭഗവാന്റെ ഭക്തരായിട്ടിരിക്കുന്ന ആരെങ്കിലും കാലിൻ്റെ അടിയിലുള്ള മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് നെറ്റിയിൽ ചാത്തുകയാണെങ്കിൽ തലവേദന പോകുന്നു. ഇത് കേട്ട ഉടനെ ഇത് ഗോപശ്രീമാരെല്ലാവരും ചവിട്ടുകയാണ്. ഭൂമി ചവിട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ കൊണ്ടുപോവുക, മണ്ണ് കൊണ്ടുപോവുക, ഭഗവാന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ബുദ്ധവൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്? നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ആരുടെ നെറ്റിയിലാണ്? സാക്ഷാൽ ഭഗവാന്റെ നെറ്റിയിലേക്ക് പോവാണ്. അതിൻ്റെ ഒരു പാപത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ചോ? അവർ പറയാണ്, പാപമോ? എന്ത് പാപം? ഇതിൻ്റെ അപ്പുറത്തെ പാപവും അതിൻ്റെ അപ്പുറത്തെ ശിക്ഷയും ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൃഷ്ണന് ഒരു നിമിഷമെങ്കിലും മുമ്പ് ആ അസ്വാസ്ഥ്യം മാറിക്കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് മതി. ഏത് ശിക്ഷ വേണമെങ്കിലും ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. അങ്ങനെ ആ മണ്ണെടുത്തുകൊണ്ട് പോയി ഭഗവാന്റെ കൈ കൊടുത്തു. ഭഗവാൻ ഒരു പൊടി മണ്ണെടുത്ത് നെറ്റിയിലിട്ടു, തലവേദന മാറി. അപ്പോൾ ഭഗവാൻ ബാക്കിയുള്ളവരൊക്കെ നോക്കി പറഞ്ഞു, നിങ്ങളൊക്കെ എൻ്റെ ഭക്തരാണത്രേ, പക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യമാണ്, എൻ്റെ കാര്യമല്ല. നിങ്ങൾ പറയും ഞാൻ ഗോപശ്രീമാരെ പറ്റി എപ്പോഴും ചിന്തിക്കുമെന്ന്. എങ്ങനെ ചിന്തിക്കാതിരിക്കും? അവരെൻ്റെ ഗോപശ്രീമാരാണ്, എൻ്റെ ഭാഗമാണ്. ഇത് കണ്ടോ, വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഭാഗവതത്തിലും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ എത്രയോ ഭക്തിയിലെ കഥകൾ ധാരാളമുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ അതിലുള്ള ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ, അത്ഭുതങ്ങൾ എത്രയോ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതും ഒരു പരിധിവരെ ഒരു അത്ഭുതം തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന തിരുവല്ല പാലക്കര പടിഞ്ഞാറേ കൊട്ടാരത്തിലാണ്. തിരുവല്ലയിൽ ഒരു ആവശ്യത്തിന് പോയി. അവിടെ രാമകൃഷ്ണ മിഷനുണ്ട് തോലശ്ശേരിയിൽ. അവിടെ സ്വാമിയെ കാണാനായിട്ട്, നിങ്ങൾ പേഴ്സണലായിട്ട് അറിയാമെന്നുള്ളതാണ്, ഗോലോകാനന്ദ സ്വാമിയെ കാണാനായിട്ട് പോയി. കുന്നിൻ്റെ മുകളിലാണ് ആശ്രമം. കാറിൽ പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനാണ് ഓട്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ കൂടെ ഉണ്ട്, ഞങ്ങൾ 3 പേരുമാണ്. അവർ 2 പേരും മുമ്പിൽ, ഞാൻ പുറകിൽ.
ഞങ്ങൾ യാത്ര പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ ഗോലോകാനന്ദ സ്വാമി പറഞ്ഞു ഇനിയും വരണം. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുന്ന അദ്ദേഹവും ഞങ്ങളും വിചാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടപ്പോൾ കുന്നാണ്, കുന്നിൻ്റെ ഒരു സൈഡ് ഒന്നുമില്ല, നേരെ താഴെ റോഡ്, പബ്ലിക് റോഡ്. എന്ത് പറ്റിയെന്നറിയാൻ വയ്യ, കാറ് വീലങ്ങോട്ട് ചാടി. അവിടെ നിന്ന് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നേരെ വന്ന് റോഡിലേക്ക് വന്ന് 2 കർണം കറങ്ങി തലകുത്തി മറിഞ്ഞ് ഹേ എന്ന് വന്ന് വീണു. ഭാഗ്യം കൊണ്ട് ആ സമയത്ത് അവിടെ കൂടെ ആരും പോകുന്നില്ല. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ SNDPയുടെ ഒരു പ്രൊസഷൻ ആ വഴി പോകുന്നു. ആരെങ്കിലും മേത്ത് വീണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും മരിച്ചേനെ, യാതൊരു സംശയമില്ല. മുകളിൽ നിന്നൊരു കാറ് താഴെ വന്ന് വീഴാണ്. ഞങ്ങൾ 3 പേരകത്ത്. ഇത് മറിയുന്നോന്ന് എനിക്കറിയാം. ആ സൈഡിലുള്ള ഈ ഒരു ഹാൻഡിലുണ്ട്, അത് പിടിക്കാനായിട്ട് തോന്നി. ഇങ്ങനെ പിടിച്ചുകൊണ്ട് തല അടിക്കാതെ പൊക്കി നിന്ന് എന്ത് ഞാൻ വിചാരിച്ചു എന്ന് എനിക്കറിയാൻ വയ്യ. ഭഗവാനെ വിചാരിച്ചോ? എൻ്റെ അമ്മാവൻ ചിത്തിരുന്നാൾ മഹാരാജാവ് എനിക്ക് പ്രത്യക്ഷ പത്മനാഭനാണ്. അമ്മാവനെ വിചാരിച്ചോ? അതൊന്നുമല്ല, തല അടിക്കരുത് എന്നാണ് ആദ്യത്തെ ഒരു ചിന്ത, എന്തോ അങ്ങനെയാണ് തോന്നിയത്. അവിടെ വന്ന് വീണു. അവർ കഥവ് തുറന്ന് എന്നെ എടുത്തുകൊണ്ടാണ് വെളിയിൽ എടുത്തത്. പക്ഷേ എനിക്ക് ഒരു വളരെ സൂക്ഷിച്ച് നോക്കണേ, മുട്ടിൻ്റെ അവിടെ ഒരു തലമുടി നാല് പോലെ ഒരു ചുമപ്പുണ്ടോ എന്ന് സംശയം. ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല, യാതൊന്നും. ഞാൻ പറഞ്ഞു എന്നെ എടുക്കണ്ട, താഴെ നിർത്തണം, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. മറ്റേ 2 പേർക്കും കുറച്ച് കണ്ണാടി ചുറ്റും പൊട്ടിയതുകൊണ്ട്, കാറിൻ്റെ കണ്ണാടി ചുറ്റും പൊട്ടി മേത്ത് വീണതുകൊണ്ട് ശകലമൊന്നും മുറിഞ്ഞിട്ടുണ്ട്. അതും കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ 3 പേരും നടന്ന് തിരിച്ച് ആശ്രമത്തിൽ പോയി ഗോലോകാനന്ദ സ്വാമിയുടെ മുമ്പിലേക്ക് ഞങ്ങൾ പോയി. സ്വാമി അങ്ങ് ഞെട്ടിപ്പോയി ഞങ്ങളെ കണ്ടപ്പോൾ. അപ്പോൾ പക്ഷേ ആ കാറിൻ്റെ പടമൊക്കെ പേപ്പറിലൊക്കെ വന്നപ്പോൾ എത്രയോ പേര് വിളിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ ജീവിച്ചു, എനിക്കും അറിയാൻ വയ്യ. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അറിയാൻ വയ്യ എന്ന് പറയുന്നത് തെറ്റാണ്. അറിയാം. അവിടെ യോഗനിദ്രയിൽ എല്ലാം അറിയുന്ന പൊന്ന് പത്മനാഭൻ രക്ഷിച്ചു എന്നേ പറയാൻ ഒക്കൂ. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ, ഈ എൻ്റെ സ്വന്തം ജീവിതത്തിലുള്ള അനുഭവ കഥകൾ ഒരുപാടുണ്ട്. അത്ഭുതങ്ങളുടെ കഥ, അത്ഭുതങ്ങളുടെ ആ ഓമന പെരുമാളുടെ കാരുണ്യം. അതുതന്നെയാണ് പത്മനാഭൻ എന്ന് പറഞ്ഞാലും, തിരുച്ചിറ്റാറ്റപ്പൻ എന്ന് പറഞ്ഞാലും, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലും, തിരുപ്പതി വെങ്കടാചലപതി എന്ന് പറഞ്ഞാലും, ഇതൊക്കെ എല്ലാം ഒന്നല്ലേ. നമ്മൾ കാണുന്ന ഓരോ രീതിയും നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ കാണുന്നു എന്ന് മാത്രം. ആ ദേവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു നിർത്തുന്ന മുമ്പേ ഒരു ചെറിയ സന്തോഷം കൂടെ പറയാം. ഇപ്പോൾ ഒരു പരിഷ്കാരമായിട്ട് കാണുന്നത്, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പെൺകുട്ടികൾക്ക് പൊട്ടു തൊടാൻ ഇഷ്ടമല്ല. പൊട്ടു തൊടുന്ന മോശമായിട്ടാണ്, പരിഷ്കാരമില്ല എന്നാണ് വിചാരം. പൊട്ടു തൊടില്ല. അത് വലിയൊരു കഷ്ടമായിട്ട്. അല്ലെങ്കിൽ ഇനി തൊടുകയാണെങ്കിൽ തന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ കണ്ണിലൊന്ന്, അല്ലെങ്കിൽ മിനുങ്ങുന്ന ഒന്ന്. ഈ മിനുങ്ങുന്ന തൊടുന്ന അറിയാനേ പറ്റില്ല, ഇതുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. പരിഷ്കാരം, എന്ത് പരിഷ്കാരം? നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു മുദ്രയാണ് പൊട്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് തൊടാൻ വയ്യ? നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഇമിറ്റേറ്റ് ചെയ്യാണ്. അത് കഷ്ടമാണ്. അതുപോലെ ഞാൻ കൊച്ചു പ്രായമായവർക്ക് അതിപ്പോൾ ചിലപ്പോൾ ബാധകമായിരിക്കില്ല. അധികം കുട്ടികളില്ല ഇവിടെ. അല്ലെങ്കിൽ അവരൊക്കെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര പേര് വലത്തുവശം തിരിഞ്ഞ് ഭൂമി തൊട്ട് കണ്ണി വെച്ച് എണീക്കുന്നുണ്ട്, കൈ പൊക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പൊക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ പൊക്കും. അതതെ ഈ സദസ്സല്ല, കുട്ടികൾ, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞവർ, ഇവിടെ ഒരുപാട് പേര് കൈ പൊക്കി. എന്തായാലും ഏതെങ്കിലും ഒരു സൈഡിൽ തിരിഞ്ഞല്ലേ എണീക്കാൻ ഒക്കുകയുള്ളൂ. എന്തുകൊണ്ട് വലത്തുവശം തിരിഞ്ഞ് എണീക്കാൻ പറ്റില്ല? വലത്തുവശം ആത്മീയമാണ്. ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ വലത്തുവശം തിരിഞ്ഞ് കിടക്കുമ്പോൾ ആത്മീയ ഇതൊക്കെ അതിനൊക്കെ നല്ലതാണ്. ഇടത്തുവശം തിരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ശാരീരികം, വലത്തുവശം ആത്മീയം, ഇടത്തുവശം ശാരീരികം. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടത്തുവശത്തേക്ക് കിടക്കാൻ പറയും, എണീക്കാനല്ല, ഇടത്തുവശം തിരിഞ്ഞ് കിടക്കാൻ പറയും. അസുഖങ്ങളുണ്ടെങ്കിൽ വലത്തുവശം ആത്മീയവും. അപ്പോൾ വലത്തുവശം തിരിഞ്ഞ്, അതുകൊണ്ടാണ് വലത്തുവശം തിരിഞ്ഞ് എണീക്കണം. ഭൂമി ദേവിയാണ്. ആ ഭൂമിയെ നമുക്ക് നിവൃത്തിയില്ല, നമ്മൾ ചവിട്ടുന്നു, തുപ്പുന്നു, നമ്മൾ പലതും ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പേ ആ ഭൂമിയെ ഒന്ന് തൊട്ട് കണ്ണി വയ്ക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്കൊരു ശ്ലോകമുണ്ട്, സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇവിടെ പലർക്കും അറിയാമത്. അപ്പോൾ അത് അങ്ങനെ തൊട്ട് കണ്ണി വെച്ചിട്ട് എണീക്കാം. പിന്നെ കിടക്കാൻ പോകുമ്പോൾ കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പേ ഏത് ദേവനെ അല്ലെങ്കിൽ ഏത് ദേവിയാണോ നമുക്കിഷ്ടം അവർക്കെല്ലാം നമുക്ക് സമർപ്പിച്ചുകൂടെ? കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സമർപ്പിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റൂലേ? അതും കുട്ടികളെ ഒന്ന് നിർബന്ധമായിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശീലിപ്പിക്കാമെങ്കിൽ കുട്ടിക്കാലത്തിൽ ശീലിപ്പിച്ചാൽ അത് നിൽക്കും. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ വളരെ വിഷമമാണ്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ്. അപ്പം പ്രത്യേകിച്ചും സ്ത്രീ സ്വാതന്ത്ര്യം വന്നിരിക്കുകയാണ് വലിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അവരാണല്ലോ, സ്ത്രീകളാണല്ലോ അമ്മമാരായിട്ടുള്ളവർ, പിന്നെങ്കിലും അമ്മയായിട്ട് വരുന്നവർ. അപ്പം ആദ്യമേ സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല, കുഞ്ഞുങ്ങളെ ആദ്യമേ പുരുഷനോ സ്ത്രീയോ ആരായാലും സാരമില്ല, നമ്മുടെ ധർമ്മം, നമ്മുടെ ആചാര ഉപചാരങ്ങൾ ഒക്കുന്നിടത്തോളം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ മണ്ണിൻ്റെ അടുക്കലുള്ള മമത. എത്രയോ പേര് കേരളത്തിൽ നിന്നും വിദേശങ്ങളിൽ പോയി സ്ഥിരതാമസത്തിന് പോകുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഒരു കെട്ടിടത്തിലോ ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മൂലയിൽ 2 വയസ്സായവർ കാണും, അല്ലെങ്കിൽ ഒരാൾ കാണും. എപ്പോഴെങ്കിലും ഫോൺ വരുന്നുണ്ടോ? മോനോ മോളോ വിളിക്കുകയാണ്, അച്ഛ അല്ലെങ്കിൽ അമ്മേ എന്നും വിളിക്കും ചിലപ്പോൾ. അതുകൊണ്ട് എന്ത് കാര്യം? എന്നും വിളിച്ച് ചോദിക്കും, ആഹാരം കഴിച്ചോ, മരുന്ന് കഴിച്ചോ, നടക്കാൻ പോയോ, കെയർ ടേക്കർ വന്നോ? അതല്ലല്ലോ, അവരാലോചിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും പ്രായമാവും. ഈ വിദേശത്തിരിക്കുന്ന സന്തതികൾ അവരും പ്രായമാവും. ഇവിടെ ആണെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണും, നമ്മുടെ ഒരു കൂട്ടുകാരെങ്കിലും കാണും. അവിടെ അപ്പോഴവരറിയും ഏകാന്തതയും അവഗണനയും അതിൻ്റെയൊക്കെ ദുഃഖം എന്താണെന്ന് അന്ന് അവരറിയും. പക്ഷേ ടു ലേറ്റ്, ഒരു കാര്യവും ചെയ്യാനൊക്കില്ല. അപ്പോൾ ഒക്കുമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഇനിയും വെളിയിൽ വിദേശത്ത് പോയാൽ തന്നെയും പഠിക്കാനോ ജോലി ചെയ്യാൻ പോയി തിരിച്ചു വരൂ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ. ഈ മണ്ണ് നിങ്ങളുടെയാണ്. നിങ്ങൾ ഈ മണ്ണിൻ്റെയും. പെറ്റമ്മ പോലെ പോറ്റമ്മ ഒരിക്കലും ആവുകയില്ല. തിരിച്ചു വരൂ. അതും കൂടെ കുട്ടികളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. വളരെ സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിലും അല്പസമയം നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും ചെലവഴിക്കാൻ സാധിച്ചതിലും പൊന്നു പെരുമാളിനെ ഒന്നുകൂടെ തൊഴാനായിട്ട് സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്.